ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നുള്ള ഒരു പഴഞ്ചൊൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ എനിക്കെന്താണ് KSEBയുടെ പുതിയ പെറ്റീഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യുവാനുള്ള യോഗ്യത? സത്യമാണ്, എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഉള്ളൊരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ എന്തു ചെയ്യാം, ഗതികെട്ട് നമ്മൾ പഠിക്കേണ്ട സ്ഥിതിയായിരിക്കുക. കാരണം എന്നെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയാണിത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു താരിഫ് റിവിഷനുമായി ബന്ധപ്പെട്ട് ഫൈനലി ആ ഓർഡർ ഇറങ്ങുമ്പോൾ മാത്രമാണത് വായിക്കാറുള്ളത്. ഇപ്പോൾ അതല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ചെയ്യണമെന്നുള്ള ഒരു സ്ഥിതിയാവുകയാണ്. കാരണം പലതും നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതല്ല. ശരിക്കും ഇത് ബാധിക്കുന്നത് മജോറിറ്റി ആൾക്കാരും സാധാരണക്കാരാണ്. അവർക്കറിയാവുന്ന ഭാഷ മലയാളമാണ്. പക്ഷേ ഈ ഇറങ്ങുന്ന പെറ്റീഷനോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ്റെ പേപ്പറുകളോ ഒന്നും മലയാളത്തിലല്ല, ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല. അത് വായിച്ചാൽ മനസ്സിലാകണ്ടേ? ഒരു കാരണവശാലും ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലല്ല അതിൻ്റെ കണ്ടൻറ്റ്. സത്യമാണ്, അത് സാധാരണക്കാരന് അറിയേണ്ട വിഷയമല്ല. പക്ഷെ നാളെ അവനെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്. അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തു വരുന്നത്. KSEB ഈ അടുത്ത സമയത്ത് റെഗുലേറ്ററി കമ്മീഷനിൽ കൊടുത്ത പുതിയ പെറ്റീഷൻ 2023 ഒക്ടോബർ 31 കറണ്ട് ചാർജ് റിവൈസ് ചെയ്തുകൊണ്ട് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് ഇറക്കുകയുണ്ടായി. അങ്ങനെ നമുക്ക് കറണ്ട് ചാർജ് അന്ന് മുതൽ റിവൈസ് ചെയ്യുകയുണ്ടായി. പക്ഷേ അന്ന് ഇറങ്ങിയ ഉത്തരവ് താൽക്കാലികമായിരുന്നു. അത് പെർമനൻ്റായിട്ട് ഇനി ഇറക്കുവാൻ വേണ്ടിയാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം KSEB റിവൈസ് ചെയ്ത പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ റിവൈസ് ചെയ്ത പെറ്റീഷനിൽ നമ്മളെ ബാധിക്കുന്ന, നമ്മൾ പ്രൊസ്യൂമേഴ്സ് ആയാലും സാധാരണ ഗാർഹിക കണക്ഷനുള്ള കൺസ്യൂമേഴ്സ് ആയാലും നമ്മളെ ബാധിക്കുന്ന വളരെയധികം വിഷയങ്ങളുണ്ട്. അവരെ ബാധിക്കുന്ന, അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഗാർഹിക ഉപഭോക്താക്കൾ, അതല്ലെങ്കിൽ ഗാർഹിക പ്രൊസ്യൂമേഴ്സ്, ഇവരെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏതാണ്ട് ഈ കാണിച്ചിരിക്കുന്ന 5 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 ഭാഗം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഐറ്റംസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പറയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹിയറിങ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഉണ്ട്. 4 സ്ഥലങ്ങളിലായിട്ട് സെപ്റ്റംബർ മാസം, അടുത്ത മാസം തുടങ്ങുകയാണ്. അതായത് സെപ്റ്റംബർ 3-ാം തീയതി കോഴിക്കോട് വെച്ച്, 4-ാം തീയതി പാലക്കാട്, 5-ാം തീയതി എറണാകുളം, 10-ാം തീയതി ഇതിൻ്റെ എല്ലാത്തിനും കൂടെ കൺക്ലൂഷനായിട്ട് തിരുവനന്തപുരത്ത്. അതാത് പ്രദേശങ്ങളിലുള്ളവർ, അതായത് വൈദ്യുതി ഉപയോഗിക്കുന്ന, നാളെ നിങ്ങളെ ബാധിക്കുമെന്ന് ബോധ്യമുള്ള, മാക്സിമം ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ആശങ്കകൾ കൊണ്ടുചെന്ന് പ്രസൻറ്റ് ചെയ്യുവാൻ പറ്റുന്നവർ മാക്സിമം അതിൽ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവർ വഴി എത്തിക്കുക. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ എത്രമാത്രം ഈ പുതിയ പെറ്റീഷൻ നമ്മളെ ബാധിക്കുന്നു, നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ഇതിനു വേണ്ടി സംസാരിക്കണം. ഇതിലെ ആദ്യത്തെ സെക്ഷൻ സമ്മർ താരിഫാണ്. അതിലെ ഈ പെറ്റീഷനിലെ ചാപ്റ്റർ 5-ലാണത്. ഈ പീരീഡിലേക്കുള്ള, അല്ലെങ്കിൽ അതിന് കൺട്രോൾ പീരീഡ് എന്ന് പറയും, ഈ പീരീഡിലേക്കുള്ള താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരവിന് വേണ്ടി ആണ് KSEB ഈ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് സമ്മർ താരിഫ്? ഒരു പുതിയൊരു ഐറ്റമാണ്. അവർ പുതിയതായിട്ട് ആവശ്യപ്പെടുന്ന ഒരു താരിഫാണിത്. അവർ പറയുന്നത് സമ്മർ താരിഫ് ഈസ് മീൻ ഫോർ ദ കൺസംഷൻ ഫ്രം ജാനുവരി ടു മെയ്. അതായത് സമ്മർ പീരീഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ ഒരു പീരീഡിൽ ജനുവരി മുതൽ മെയ് വരെ വരുന്ന മാസങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു അഡീഷണൽ എമൗണ്ടാണ് സമ്മർ താരിഫ്. അത് ഒരു യൂണിറ്റിന് 10 പൈസ വെച്ച് അപ്ലൈ ചെയ്യണം. 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ബാധകമല്ല എന്നും അവർ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതുവഴി 2024-25 111 കോടി രൂപയാണ് ഈ 10 പൈസ വഴി അവരിത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
ഇതെന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു റവന്യൂ ഗ്യാപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഓരോ വർഷവും വരുന്ന താരിഫ് ഉത്തരവ് പ്രകാരം അവരാവശ്യപ്പെടുന്ന ഫുൾ തുകകളും അതിനകത്ത് പിരിഞ്ഞു കിട്ടത്തില്ല. അതിലൊരു റവന്യൂ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ തുക അവരാവശ്യപ്പെടുന്നത്. ഈ ടേബിൾ വായിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ഇവിടെ താരിഫ് റിവിഷൻ വന്നിട്ട് പഴയ വർഷങ്ങളിലുള്ള കിട്ടുവാനുള്ള തുക 1370 കോടിയാണ്. അതിൽ ഈ വർഷങ്ങളിൽ താരിഫ് റിവിഷൻ വന്നതുവഴി അവർക്ക് 811 കോടി കിട്ടി. ബാക്കി അവർക്ക് 111 കോടി ഈ 10 പൈസയിലൂടെ പ്രപ്പോസ് ചെയ്യുന്നതിലൂടെ കിട്ടും. എന്നാലും ബാക്കി 447 കോടി രൂപ ഇനിയും കിട്ടണം, ബാലൻസ് കിട്ടണം. ഈ റവന്യൂ ഗ്യാപ്പ് എന്താണെന്ന് ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ പറയാം. അടുത്തതായി വീലിംഗ് ചാർജാണ് നമ്മളെ ബാധിക്കുന്ന അടുത്ത വിഷയമാണ് വീലിംഗ് ചാർജ്. അത് ഇവരിപ്പോൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ വീലിംഗ് ചാർജ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വീലിംഗ് ചാർജ്? വീലിംഗ് ചാർജിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ വേറൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ തന്നെയുള്ള വേറൊരു കണക്ഷനിലേക്ക് വൈദ്യുതി എത്തിക്കുമ്പോൾ KSEB നമ്മളിൽ നിന്ന് ഒരു ചാർജ് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീലിംഗ് ചാർജ് എന്ന് പറയുന്ന എമൗണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് 62 പൈസയാണ് ഇപ്പോൾ വാങ്ങുന്നത്. അതാണ് വീലിംഗ് ചാർജ്. അപ്പോൾ ഇവിടെ ഈ പുതിയ പെറ്റീഷനിൽ ആ എമൗണ്ട് കുറച്ചുകൂടേക്ക് മാറ്റി വേറെ തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളെ ബാധിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ പെറ്റീഷനോ അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ നടപടിക്രമങ്ങളോ ഒരു പരിധിവരെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നവയല്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ എത്രമാത്രം ബാധിക്കും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഞാൻ അതിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുവാൻ വേണ്ടി ഒരു ഡയഗ്രം കാണിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷന് ചിലപ്പോൾ ഒരു വടക്കേ ഇന്ത്യയിൽ നിന്നായിരിക്കും വൈദ്യുതി വാങ്ങുന്നത്. അപ്പോൾ അവിടെ വൈദ്യുതി വാങ്ങിയിട്ട് വലിയ ടവറിലൂടെ വൈദ്യുതി നമ്മുടെ വീട്ടിന് അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സബ്സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് വൈദ്യുതി എത്തിത്തരുന്നു. അപ്പോൾ ഇവിടെ ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതി വലിയ ടവറിലൂടെ വരുന്ന ഈ സബ്സ്റ്റേഷൻ വരെ വരുന്ന ആ ഭാഗത്തിനെ നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് സബ്സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അത് 11 kV ആക്കുകയാണെങ്കിൽ ആ 11 kV വരുന്ന ഭാഗത്തെ നമ്മൾ HT സെക്ഷൻ എന്ന് പറയും. അത് കഴിഞ്ഞ് വീടിന് അടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വന്നിട്ട് അത് LT സപ്ലൈ ആയിട്ട് മാറ്റുന്നു. ഇവിടെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടൊരു മെയിനായിട്ട് നമ്മൾ പറയുന്നൊരു ട്രാൻസ്മിഷനുണ്ട്. ഇവിടെ ആ ഭാഗത്താണ് ഒരു EHT എന്ന് പറഞ്ഞൊരു പോയിൻ്റ്. EHT ലാസ്റ്റ് ഇവിടുന്ന് വൈദ്യുതി എടുത്തിട്ട് ഈ സബ്സ്റ്റേഷൻ്റെ EHT എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇപ്പോൾ 66 kVയോ അല്ലെങ്കിൽ 110 kVയോ അങ്ങനെ വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ EHT എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞ് 11 kV ആക്കുമ്പോൾ ആ ഒരു ലെവലുണ്ട്. അപ്പോൾ വൈദ്യുതി ഇവിടെ നിന്നിട്ട് ഇവിടെ വരാം, അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ കുറച്ച് ഉപയോഗിക്കാം, ഇത് കഴിഞ്ഞ് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ വെച്ച് ഡിവൈഡ് ചെയ്ത് ഈ വീലിംഗ് ചാർജിനെ പറ്റി പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എനിവേ ഇവിടെ നിന്നും വൈദ്യുതി വാങ്ങുന്നു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു നമ്മൾ പറയുന്നു. ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, അല്ലേ? അപ്പോൾ വാങ്ങുന്ന വൈദ്യുതി, വിൽക്കുന്ന വൈദ്യുതി എപ്പോഴും വില കൂടുതലായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ആ ചിലവുകളിൽ മെയിനായിട്ട് വരുന്നത് ട്രാൻസ്മിഷൻ്റെ കുറച്ച് എക്സ്പെൻസ് വരും. പിന്നെ ഈ കൊണ്ടുവരുന്ന ലൈൻ വല്ലവരുടെ ആയിരിക്കും, അവർക്ക് വാടക കൊടുക്കണം. അല്ലെങ്കിൽ KSEBയുടേതാണെങ്കിൽ തന്നെയും അതിനൊരു ഫീസ് വരും. അതിനെയാണ് നമ്മൾ വീലിംഗ് ചാർജ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇവിടെ നിന്നും വൈദ്യുതി ഇവിടെ എത്തിക്കുന്നതിന് വരുന്ന മൊത്തം ചിലവിനെ നമ്മൾ ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളൊരു 4 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചാൽ ഹാൻഡ്ലിംഗ് ചാർജ് ഒരു 3 രൂപ വരികയാണെങ്കിൽ ഇത് മുതലാകണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ 7 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ഇവിടെ വരുന്ന ഹാൻഡ്ലിംഗ് ചാർജ് എത്രയാണ്? 3 രൂപ. മനസ്സിലായില്ലേ? ആ ഹാൻഡ്ലിംഗ് ചാർജ് അന്നേരം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ വിൽക്കുന്ന വില മൈനസ് വാങ്ങുന്ന വില, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ മൈനസ് ആവറേജ് കോസ്റ്റ് ഓഫ് പർച്ചേസ്, വാങ്ങുന്ന വില. അതല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്ലസ് ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ ഹാൻഡ്ലിംഗ് ചാർജ് ചുരുക്കത്തിൽ എന്താണ് ഞാൻ പറഞ്ഞാൽ, ഇവിടെ 2 ചാർജും കൂടെ ചേരുന്നതാണ് ട്രാൻസ്മിഷൻ ചാർജും ടോട്ടൽ വീലിംഗ് ചാർജ്. ഇവിടെയാണ് വീലിംഗ് ചാർജ് വരുന്നത്. ഈ വീലിംഗ് ചാർജ് ഈ പറയുന്ന പെറ്റീഷനിൽ അത് റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഓർഡറിന് വിരുദ്ധമായിട്ട് ഇവിടെ HTയിൽ മാത്രമല്ല വീലിംഗ് ചാർജ് പറഞ്ഞിരിക്കുന്നത്,
LTയിലും പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഓപ്പൺ ആക്സസ് അല്ലെങ്കിൽ വലിയ പ്ലാന്റുകളെ ബാധിക്കുന്ന, വലിയ കമ്പനികളെ ബാധിക്കുന്ന കേസാകാം. ഇപ്പോൾ കാർബറാണ്ടം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് ട്രേഡിങ്ങിലൂടെ വൈദ്യുതി വാങ്ങിക്കാം. അങ്ങനെയൊക്കെ വരുന്ന കേസുകളായിരിക്കാം ഇത്. പക്ഷേ ഇത് നമ്മളെ ബാധിക്കുമോ? ബാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എത്രയും സിമ്പിളാക്കി ഞാനത് പറയാം. ഈ റെഗുലേറ്ററി കമ്മീഷൻ 25/6/22 ഇറക്കിയ ഓർഡർ പ്രകാരം ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ, നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ എല്ലാം 24-25 എടുക്കാം. 24-25 റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു കൊടുത്ത, അപ്രൂവ് ചെയ്ത് കൊടുത്ത വില, വൈദ്യുതി വിൽക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന വില മാക്സിമം 7 രൂപ 30 പൈസയാണ്. അതായത് 2024-25 ഈ ഉത്തരവ് പ്രകാരം. എന്നിട്ട് അതേ ഉത്തരവിൽ താഴോട്ട് നോക്കിയാൽ നേരെ തിരിച്ച് പർച്ചേസിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അതായത് വാങ്ങുന്ന വില അവിടെ പറഞ്ഞിരിക്കുന്ന 24-25 3 രൂപ 77 പൈസയാണ്. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഞാൻ കാണിച്ചു. അത് 3.53 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതാണ് ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ 3 ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കുക. ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ, പിന്നെ പർച്ചേസിൻ്റെ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് ചാർജ്. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ എക്സ്പെൻസും വരും, വീലിംഗ് ചാർജും വരും. ആ വീലിംഗ് ചാർജാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഈ 2023 ഇറങ്ങിയ ആ ഓർഡറിൻ്റെ കൂടെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, KSEB അതിൽ അവർ കൊടുത്ത പെറ്റീഷനിൽ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് 2023 ഇറങ്ങിയ ആ ഓർഡറിൽ ഈ KSEB പ്രപ്പോസ് ചെയ്തതായിട്ട് കാണിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ? HT ലെവലിലെ വീലിംഗ് ചാർജ് 64 പൈസ, അതായത് ഒരു യൂണിറ്റിന് 64 പൈസ. LT ലെവലിൽ 2 രൂപ 45 പൈസ. പക്ഷേ ഈ ഉത്തരവിൽ ഇത് പാസ്സായി പുറത്തിറങ്ങിയില്ല. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പഴയത് നോക്കിക്കഴിഞ്ഞാൽ 8/7/2019 ഓർഡറിൻ്റെ അകത്ത് ഒരു യൂണിറ്റിന് 55 പൈസയായിരുന്നു. അതിന് മുൻകാലങ്ങളിലൊക്കെ 18-19 45 പൈസ, 49 പൈസ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇതുപോലെ HT LT തമ്മിൽ തിരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സോളാറിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ വീലിംഗ് ചാർജ് ഈ ഫിഗർ തന്നെയായിരുന്നു. ഇത് ഒരു ഉദാഹരണം, ഈ അവസാനം ഇറങ്ങിയ ഓർഡറിൽ 62 പൈസയായിരുന്നു ഇതിനകത്ത് ഫൈനലി ഓർഡറായി പുറത്തിറങ്ങിയത്. അതായത് ഇവിടെ വീലിംഗ് ചാർജ് എന്ന് കാണിക്കുന്നിടത്ത് അതർ ചാർജ് പാർട്ട് ഡിയിൽ ഇവിടെ 62 പൈസ പെർ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫിഗറാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫിഗറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അവിടെ HT എന്നോ LT എന്നോ ഒന്നുമില്ല. അവർ വീലിംഗ് ചാർജ് കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ കൊടുത്ത പ്രപ്പോസലിൽ അവർ പറഞ്ഞിരിക്കുന്ന 2 ഫിഗർ അവിടെ പറയുന്നുണ്ട്. ഈ 2 ഫിഗർ വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുമോ? 2 രൂപ 45 പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുമോ? ഈ പുതിയ LT എന്ന് പറഞ്ഞ ഫിഗർ എന്തുകൊണ്ടാണ് അവർ അപ്രൂവ് ചെയ്യാത്തതെന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് പുതിയൊരു ടേം നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ പേജ്. അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ARR എന്ന് പറയും, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ ഫിഗർ തന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ അവർ വേറൊരു പേരിലും പറയുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ വായിച്ചിട്ട് എനിക്ക് സെയിം ആയിട്ടാണ് തോന്നുന്നത്. ആവറേജ് റവന്യൂ റിയലൈസേഷൻ ഇവിടെ അത് ARR എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കേസ് എനിക്ക് കാണിക്കാനുള്ളത്, ഇത് ഇവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് 2023-24 ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടിൽ നിന്ന് റവന്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പോർഷൻ എടുത്തു വെച്ചത്. ഇത് കോസ്റ്റ് ഓഫ് സപ്ലൈ, ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ എത്ര രൂപ? 7 രൂപ 88 പൈസ. അതായത് ഇവിടെ നിങ്ങൾ കാണിച്ചില്ലേ ഈ ഫിഗർ, കോസ്റ്റ് ഓഫ് സപ്ലൈ. കോസ്റ്റ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ വൈദ്യുതി വിൽക്കുന്ന വില എത്രയാണ് ഇവിടെ? 7 രൂപ 88 പൈസ. പക്ഷേ ഈ വിൽക്കുന്ന വില ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഈ ARR എന്ന് പറഞ്ഞ ഈ ഫിഗർ അവർ തീരുമാനിച്ചത് 7 രൂപ 43 പൈസ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഈ കോസ്റ്റ് ഈ വിലയാണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ARRൽ ഈ വില ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇതിങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് എഫക്റ്റീവായിട്ട് ഇതേ വാങ്ങുവാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഏകദേശം ഒരു യൂണിറ്റിന് 45 പൈസ വരും. ഈ റവന്യൂ ഗ്യാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമ്മർ താരിഫ് എന്നും പറഞ്ഞ് അവർ കുറേശ്ശെ വാങ്ങിക്കുവാനായിട്ട് നോക്കുന്നത്. ഈ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ ഡിസ്കോംസിനും ഇന്ത്യയിലുള്ള എല്ലാ
കമ്പനികൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ റവന്യൂ ഗ്യാപ്പ് എത്രയും പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരിക. റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇതേപോലൊരു ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞായിരിക്കും ആ എമൗണ്ട് കളക്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അത് ശരിക്കും ഉപയോഗിക്കുന്ന ആളിൽ നിന്നായിരിക്കത്തില്ല അത് പിന്നീട് വാങ്ങുന്നത്. അങ്ങനെ വരുന്ന ഒരു സംഗതിയാണ് റവന്യൂ ഗ്യാപ്പ്. അത് കുറേശ്ശെ കുറയ്ക്കുവാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുത്തതും കൂടെ വെച്ചായിരിക്കും മിക്കവാറും ഈ സമ്മർ താരിഫ് അവർ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. ARR ഇതാണ്. ഈ ARR എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്? അവിടെ ട്രാൻസ്മിഷൻ ലൈസൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി, ജനറേറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോ ഡിസ്പാച്ചിങ് സെൻറ്റർ, ഇവിടെ ഏത് കമ്പനിയുടെ ആയാലും അവരുടെ മൊത്തം വരുന്ന ആ എമൗണ്ട്, അവരുടെ മൊത്തം ചിലവ് എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം വരാം, പെൻഷൻ വരാം, എല്ലാം അവരുടെ ബാക്കി എക്സ്പെൻസും എല്ലാം കൂടെ വരുന്നതിന് അവർക്ക് ആവശ്യമുള്ള റവന്യൂ റിക്വയർമെൻറ്റിനെയാണ് ARR എന്ന് പറയുന്നത്. ആ എമൗണ്ട് വെച്ചായിരിക്കും ഫ്യൂച്ചറിൽ ബാക്കി ഇവർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടെ ആ SBUD എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെക്ഷനാണ്. ARR എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. അതിൻ്റെ ഈ D എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ട് മാത്രം അപ്രൂവ് ചെയ്ത ഒരു ടേബിളാണിത്. ഇത് 2022 ഇറങ്ങിയ ആ ഓർഡറിലുള്ളതാണ്. ഇവിടെ അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ടോട്ടൽ ARR ആണ്. അത് ഈ 24-25 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മൊത്തം ഫിഗർ. അതിൽ നിന്നും ഈ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ എടുത്ത് മാറ്റിയാൽ ഈ പറയുന്ന ബ്ലൂ കളറിലുള്ള എല്ലാം ഒഴിവാക്കുന്നു. കോസ്റ്റ് ഓഫ് ജനറേഷൻ, കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ്, കോസ്റ്റ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ, ഇതെല്ലാം, പിന്നെ റിക്കവറി ഓഫ് പ്രീവിയസ് ഗ്യാപ്പ്, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് ഈ SBUD, അതായത് ഡിസ്ട്രിബ്യൂഷനെ മാത്രം ബാധിക്കുന്ന ARR. അവിടെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 17 ഈ 17 എന്നുള്ളതിൽ നിന്ന് മൈനസ് ചെയ്ത് ഈ ബ്ലൂ കളറിലുള്ളതെല്ലാം മൈനസ് ചെയ്ത് ഇവിടെ കിട്ടിയ എമൗണ്ട് എത്ര? 6584 രൂപ 40 പൈസയാണ് 2024-25 അവർക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉള്ള മൊത്തം എമൗണ്ട് ARR, റവന്യൂ റിക്വയർമെൻറ്റ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ആ റവന്യൂ റിക്വയർമെൻ്റ് ആണ് ഇനി നമ്മൾ വീലിംഗ് ചാർജിന് വേണ്ടി എടുക്കുവാൻ പോകുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഈ 2022 കഴിഞ്ഞിട്ട് വേറൊരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർഡർ പ്രകാരമാണ് ഇത് റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ 60-67 ആയിട്ടത് മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 2023 അതായത് തൊട്ട് മുമ്പ് ഇറങ്ങിയ ആ താരിഫ് ഓർഡറിൽ ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, വീലിംഗ് ചാർജസ് അറ്റ് HT ലെവൽ. ഞാൻ നേരത്തെ ഒരു ഫിഗർ കാണിച്ചില്ലേ നിങ്ങളെ, ഈ ഒരു ഫിഗർ. ഇത് ശരിക്കും ആ ഓർഡറിൽ തന്നെ ഉള്ളതായിരുന്നു, പക്ഷേ അത് അപ്രൂവ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന ഒരു കാരണം, ഈ KSEB അന്ന് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തില്ല. ഹാസ് നോട്ട് സബ്മിറ്റഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ വയർ ബിസിനസ് സെപ്പറേറ്റ്ലി. ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തില്ല. കൊടുക്കാത്തതും കൂടി വെച്ചാണ് ഇത് തീരുമാനിക്കാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ താരിഫ് റെഗുലേഷൻ്റെ 86 എന്ന് പറഞ്ഞ ക്ലോസ് റെഗുലേഷൻ അവർ വായിച്ചു, അതിവിടെ എഴുതിയിട്ടുണ്ട്. ആ റെഗുലേഷൻ പ്രകാരം അവരിത് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അതെങ്ങനെയാണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഈ ARR എന്ന് പറഞ്ഞ മൊത്തം എമൗണ്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്തിനെടുക്കുന്നു? SBUDക്ക് എടുക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എമൗണ്ടാണെങ്കിൽ ഇത്. അപ്പോൾ SBUD എന്ന് പറയുന്നത് ഇത് ഡിസ്ട്രിബ്യൂഷൻ്റെ മാത്രമാണ്. അതിൻ്റെ 25% HTക്ക് വേണ്ടി എടുക്കുന്നത്. ഹൗവർ KSEB ലിമിറ്റഡ് ഇൻ ദെയർ പെറ്റീഷൻ സബ്മിറ്റഡ് ദാറ്റ് ദ ARR ഓഫ് ദ SBUD അറ്റ് HT ലെവൽ, ടോട്ടൽ ARRൻ്റെ ഒരു പാർട്ടാണ് SBUD, അതിൻ്റെ 25% ആണ് HT. അത് വെച്ചിട്ട് ഇവർക്ക് വീലിംഗ് ചാർജ് എടുക്കുവാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ബ്ലൂ കളറിൽ മാറ്റിയ സാധനങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീലിംഗ് ചാർജ് കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ രീതികളൊക്കെ നോക്കുക. മൊത്തം എനർജി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിഗറിൽ ആദ്യം വരുന്നത്, ഇവിടെ വരുന്ന എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നും എനർജി സെയിൽ ഇവിടെ ഇത് ഇത്രയും വിറ്റു, EHT ലെവലിൽ തന്നെ അത് അത്രയും വൈദ്യുതി അവിടെ വിറ്റു. ഇവിടെ വെച്ച് തന്നെ വൈദ്യുതി അവിടെ വിറ്റു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വൈദ്യുതിയാണ് ഇത്. അപ്പോൾ ആ ബാക്കി വൈദ്യുതിയാണ് ഇനി നമ്മൾ HTയിലേക്ക്
കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അകത്തൊരു നഷ്ടം വരും, ലോസ് വരും. HT ലെവൽ അതിൻ്റെ ലോസ് എത്രയാണ്? 4.12% ലോസ് വരും. അത് ലോസ് കറക്റ്റായിട്ട് ഫിഗർ ഇതാണ്. അതിൻ്റെ ബാക്കിയാണിത്. അതായത് HT ലെവലിൽ നെറ്റ് എനർജി ഹാൻഡിൽഡ് അറ്റ് HT ലെവൽ, ഇതാണ് ബാക്കിയുള്ളത്. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ഈ ഫിഗർ കിട്ടും. ഈ ഫിഗറും കൂടി എടുത്താണ് ഈ വീലിംഗ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇതേ ഓർഡറിൽ, ഈ പറഞ്ഞ ഇതേ ഓർഡറിലുള്ള ഒരു ടേബിളാണിത്. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ARR അപ്രൂവ്ഡ് ഫോർ ദ ഇയർ 23-24 ദ എമൗണ്ട് കൺസിഡേർഡ് ഫോർ ഡിറ്റർമിനിങ് ദ വീലിംഗ് ചാർജസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതാണ് ARR, മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ARR. നേരത്തെ പറഞ്ഞ ഫിഗർ അവരിവിടെ റിവൈസ് ചെയ്തു. ഈ പറഞ്ഞ ഫിഗർ ഇവിടെ റിവൈസ് ചെയ്തു. ഈ 2023-24 ഫിഗർ അവരവിടെ റിവൈസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 23-24 ഇതായിരുന്നു, ഇതല്ല, ഇത് 24-25 ഈ ഫിഗറിനെ 6358നെയാണ് അവർ റിവൈസ് ചെയ്ത് ഇങ്ങനെ മാറ്റിയത്. ഈ ഉത്തരവിലൂടെ അവരിങ്ങനെ മാറ്റി. ഓക്കെ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫിഗറാണ് 6067 എന്ന് പറയുന്ന ഫിഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വർഷം നോക്കുക, 2023-24 ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ അതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഫിഗർ തന്നെ ഇവിടെ എടുത്തു. ഓക്കെ. ഇനി അതിൻ്റെ 25%, ഇത് ടോട്ടലാണല്ലോ, അതിൻ്റെ 25% ആണ് ഇതിലേക്ക് എടുക്കുന്നത്, HT ലെവലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 25% ഇത് വരുന്നു. പിന്നെ എനർജി ഹാൻഡിൽഡ് അറ്റ് HT ലെവൽ, ഇവിടെ എത്ര എനർജി വന്ന് നിന്നു ഇവിടെ നോക്കിക്കേ. HT ഹാൻഡിൽഡ് അറ്റ് ഇതാണ് ഫിഗർ. ഈ ഫിഗറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഉണ്ടല്ലേ. അപ്പോൾ ഇനി വീലിംഗ് ചാർജ് തീരുമാനിക്കുന്നത് 2/3, അതായത് ഇത് ARR മൊത്തം അതിനു വേണ്ടി ഉള്ള റവന്യൂ റിക്വയർമെൻ്റ് ആണത്. പിന്നെ മൊത്തം വൈദ്യുതി എത്രയുണ്ട്? നമുക്ക് ഇത്രയും മെഗാ യൂണിറ്റ് MU ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 62 പൈസ അല്ലെങ്കിൽ 0.62 റുപ്പീസ് പെർ യൂണിറ്റ് എന്ന് കിട്ടും. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഫിഗർ ഡിവൈഡ് ബൈ ഈ ഫിഗർ, ഇത് കോടിയിലാണ്, ക്രോറാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഈ 1516.96 ഡിവൈഡ് ബൈ ഇത് MU ആണ്. MU ആകുമ്പം 1 കഴിഞ്ഞ് 6 0 ഇടണം, ഇവിടെ 1 കോടിയുടെ ഫിഗറും ഇടണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം 62 പൈസ എന്ന് കിട്ടും. ഇത് ഏത് ലെവലാണ്? HT ലെവലിലുള്ള വീലിംഗ് ചാർജാണ്. ഇതേപോലെയാണ് നമ്മളുടെ ഈ ഓർഡറിൽ തന്നെ അവസാനം ഈ ഫിഗർ, ഈ 62 പൈസ എന്ന് പറഞ്ഞത് അവർ അതർ ചാർജായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഈ 2023-24 വേണ്ടി തീരുമാനിച്ച ഈ ഫിഗറാണ് ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു പരിധിവരെ ബാധിക്കുന്നതാണ്, അല്ലേ? ശരിയല്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ HT ലെവലെന്ന് അവർ പറഞ്ഞിട്ട് 62 പൈസ എന്ന് തീരുമാനിച്ചു. ആ 62 പൈസയെ അവിടെ പാർട്ട് ഡിയിൽ, നമ്മുടെ ഈ പുതിയ ഓർഡറിൽ പാർട്ട് D എന്നും പറഞ്ഞ് തിരിച്ചിട്ട് ഇതുപോലെ പുതിയ താരിഫ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് 62 പൈസ. അതാണ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് നമ്മുടെ ഈ പുതിയ പെറ്റീഷൻ വെച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. ഈ പുതിയ പെറ്റീഷനിൽ വീലിംഗ് ചാർജ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ വീലിംഗ് ചാർജ് അറ്റ് HT ലെവലിൽ മാത്രമല്ല, അവിടെ ഒരു LT ലെവൽ എന്ന് പറഞ്ഞ ഒരു സംഗതി കൂടി ഉണ്ട്. ആ പെറ്റീഷനിൽ ആദ്യമേ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ പെറ്റീഷനിൽ അവിടെ 2 ഫിഗർ വന്നില്ലേ? അത് തന്നെയാണ് ഈ കൊടുത്ത പുതിയ പെറ്റീഷനിലും അതുണ്ട്. വീലിംഗ് ചാർജ് എസ്റ്റിമേറ്റഡ് ഫോർ ദ കൺട്രോൾ പീരീഡ്, ഇത്ര വർഷം നമ്മൾ പറഞ്ഞില്ലേ, ഈ പീരീഡിലേക്കുള്ള അതാണ് കൺട്രോൾ പീരീഡ്. അത് ഈ 7.2 എന്ന് പറയുന്ന ടേബിളിലുണ്ടെന്ന്. ഇതാണ് 7.2 എന്ന് പറഞ്ഞ ടേബിൾ. ഇതാണ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം. ഇവിടെ നേരത്തെ നമ്മൾ 62 പൈസ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 64 പൈസ എന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കഴിഞ്ഞ ഓർഡറിൽ LT ലെവൽ ഇല്ലായിരുന്നു. ഈ 2 രൂപ 45 പൈസ ഭാവിയിൽ നമ്മളെ ബാധിക്കുന്നതല്ലേ? കാരണം നമ്മളുടെ ജനറേഷനൊക്കെ എങ്ങനെയാണ്? ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് വേറൊരു കണക്ഷൻ ഉള്ളത്. അതായത് 2 കണക്ഷനും സെയിം ട്രാൻസ്ഫോമറിൻ്റെ കീഴിലാണ്. അപ്പോൾ ശരിക്കും എൻ്റെത് പരിഗണിക്കുമ്പോൾ ആ ഒരു LT ലൈനിൽ മാത്രമേ റോള് വരുന്നുള്ളൂ. ഇത് പാസ്സായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 62 പൈസയല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ 2 രൂപ 45 പൈസ എടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു സീരിയസ് പ്രോബ്ലം. അങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം.
ഇത് റെഗുലേറ്ററി കമ്മീഷൻ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ഇതെങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ നടത്തിയെന്ന് നമ്മൾ നോക്കാം. നേരത്തെ ഞാൻ കഴിഞ്ഞ പേജുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതുകൊണ്ടല്ലേ സെയിൽ ഓഫ് എനർജി അറ്റ് 66 കെ വി എച്ച് ടിയിലുള്ള സെയിലാണിത്. അത് കഴിഞ്ഞ് എച്ച് ടിയിലേക്ക് വന്നു. എച്ച് ടി ലോസ് ആണിത് 4.05%. ഇത് ഞാൻ എടുക്കുന്ന 24-25 അപ്പോൾ എച്ച് ടി ലോസിൽ ഇത്രയും ലോസ് വന്നു. അതിൻ്റെ ബാക്കി എച്ച് ടി ലെവലിലുള്ള എനർജിയാണിത്. എച്ച് ടി ലെവലിൽ ഇത്രയും എനർജി അവിടെ വിറ്റു. പിന്നെ എൽ ടിയിലേക്ക് ഇതിൻ്റെ ബാക്കി വരുന്നത് ഇതാണ്. പിന്നെ എനർജി സെയിൽ അറ്റ് എൽ ടി ലെവൽ അതും ഇവിടെ ഉണ്ട്. പിന്നെ ലോസ് എൽ ടി ലെവൽ അതുകൊണ്ട് ഇതെല്ലാം വളരെ വ്യക്തമാണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. ARR ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിലെ എച്ച് ടി ലെവലിലുള്ള ARR 25% ഞാൻ നേരത്തെയും കാണിച്ചു. അത് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് 25%. ഇത് മൊത്തം ഉള്ള ARR. ഈ ഫിഗർ എത്രയാണെന്ന് നോക്കി. 2024-25 6593.07. ശരിക്കും അത് അപ്രൂവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? അപ്രൂവ് ചെയ്തിട്ടുള്ളത് 24-25 6584.40. അപ്പോൾ ആ ഫിഗറിന് പകരം ഇവരെടുത്തിരിക്കുന്നത് 6593.07 ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ശരിക്കും KCBയുടെ ഒരു 0.1 ഡിഫറൻസ് വന്നാലും കോടികളുടെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ARRൻ്റെ വാല്യൂ കൂടിയാൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് വരുന്നതെന്ന് നമുക്ക് പുറകാലെ കാണാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ 25% എച്ച് ടി ലെവലിലേക്ക് പോവും. 75% അതായത് ഇതിൻ്റെ ബാക്കി എൽ ടി ലെവലിലേക്കും അവരെടുക്കുക. ഇതാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ എച്ച് ടി ലെവലിലുള്ള 1648.27 പിന്നെ എൽ ടി ലെവലിലുള്ളത് ബാക്കിയുള്ളത് വരികയും ചെയ്യും. അപ്പോൾ ഈ വീലിംഗ് ചാർജ് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ വീലിംഗ് ചാർജ് എടുക്കുന്നത് ഇതാണ് അവിടത്തേക്കുള്ള മൊത്തം റവന്യൂ റിക്വയർമെൻറ്റ്. ആ റവന്യൂ റിക്വയർമെൻറ്റ് എച്ച് ടി ലെവലാണല്ലോ. എച്ച് ടി ലെവലിലെ മൊത്തം എത്രയാണ് വരുന്നത്? എച്ച് ടി ലെവലിൽ എനർജി ഹാൻഡിൽഡ് അറ്റ് വരുന്നത് ഫിഗർ ഇതാണ്. അപ്പോൾ ഇതേ ഡിവൈഡ് ബൈ ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഈ ഫിഗർ 1648.27 ഡിവൈഡ് ബൈ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ മെഗാ യൂണിറ്റും റുപ്പീസിന് പകരം കോടിയാണ് വരുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ×10 വരും, കാരണം മുകളിലും താഴെയുള്ള 0 ഒക്കെ കളയുമ്പോൾ ഒരു ×10 വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ 0.64 യൂണിറ്റ് വരുന്നത്. അത് 11 ഡിവൈഡ് ബൈ 9 0.64 വരും. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 64 പൈസയാണ് ഇവർ പുതിയ നിയമപ്രകാരം ഈ വീലിംഗ് ചാർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 62 പൈസയായിരുന്നു. ഇനി അത് 64 മാറ്റുന്നു. പക്ഷേ പ്രോബ്ലം വരുന്നത് എച്ച് ടിയിലെയാണ്. അന്നത് എച്ച് ടി എന്നൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് 62 പൈസ മാത്രമേ വന്നുള്ളൂ. ഇവിടെ അവർ ഈ 75% കൂടെ എടുത്ത് എൽ ടി ലെവലിലൊരു ഫിഗറും കൂടെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കഴിഞ്ഞ അവർ കൊടുത്ത പെറ്റീഷനിൽ അതുണ്ടായിരുന്നു. പക്ഷേ അതവർ എടുത്തില്ല. ഈ പ്രപ്പോസ് ചെയ്ത ഈ ഒരു ഫിഗർ അവരെടുത്തില്ല. എടുക്കാത്തതിന് കാരണം അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ആ ഡീറ്റെയിൽസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഈ പറയുന്ന ഫിഗർ എത്ര വരും? ഇവിടെ എഴുതിയിട്ടുണ്ട് 2.45 രൂപ വരും. അപ്പോൾ ഈ 2.45 രൂപ പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റേത് ഒരേ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ളതാണ്. 2 കണക്ഷൻ സോളാർ വെക്കുന്നതും വൈദ്യുതി വീൽ ചെയ്യുന്നത് 2 ഒരേ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു യൂണിറ്റിന് 2.45 രൂപ വെച്ച് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇത് പാസ്സായാൽ. അപ്പോൾ നേരത്തെ ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്സസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ വലിയ പ്ലാന്റുകൾക്ക് വരുന്നതാണ്, വലിയ കമ്പനികൾ ട്രേഡിംഗ് നടത്തുമ്പോൾ വരുന്നതാണെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം തീരുമാനിച്ച 62 പൈസ എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫിഗർ ഭാവിയിൽ എന്നെ ബാധിക്കില്ലേ എന്നാണ് എൻ്റെ ആശങ്ക. ഓക്കെ, ഇനി ആ ഫിഗർ ഇവരെടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ചെറിയൊരു കണക്ക് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 75% ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇവിടെ കാൽക്കുലേഷനിൽ എടുത്തിരിക്കുന്നത് 13 ഡിവൈഡ് ബൈ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? എനർജി സെയിൽ അറ്റ് എൽ ടി ലെവൽ എന്നാണ്. ഇത് ശരിക്കും ഈ ഫിഗർ ആണോ എടുക്കേണ്ടത്? ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എടുത്തിരിക്കുന്നത് എനർജി ഹാൻഡിൽഡ് അറ്റ് എസ് ടി ലെവൽ എന്നുള്ളതാണ്. ഈ ഫിഗർ വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈ ലോസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് എടുക്കേണ്ടത്. എനർജി സെയിൽ അറ്റ് എൽ ടി ലെവൽ, ഈ ലോസില്ലേ, ആ ലോസ് കുറച്ചിട്ട് ബാക്കി ഫിഗറാണ് എടുക്കേണ്ടത്.
ഇവർ അതിന് തൊട്ട് മുമ്പ് കൊടുത്ത പെറ്റീഷനിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഫിഗറിൽ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 2 രൂപ 45 പൈസയല്ല, അതിലും കൂടുതൽ വരുവാനും സാധ്യതയുണ്ട്. ഇനി അത് കണ്ണിങ്ങായിട്ട് വല്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്തു വെച്ചതാണോ എന്നറിയത്തില്ല. അതായത് ഈ 2 രൂപ 45 പൈസ കുറവ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയത്തില്ല. എങ്ങനെയായാലും ഇവിടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഞാനൊരു എക്സ്പേർട്ടല്ല, അതുകൊണ്ട് ഇത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് ഉറപ്പുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നത് കൂടി പറയുകയാണ്. ഇപ്പോൾ KSEB കൊടുത്തിരിക്കുന്ന ഈ പുതിയ പെറ്റീഷനിൽ ഒരു അഗ്രിഗേറ്റ് ട്രാൻസ്മിഷൻ ചാർജ് എന്ന് പറഞ്ഞ ഒരു ഫിഗറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറഞ്ഞത് ട്രാൻസ്മിഷൻ ചാർജ് പ്ലസ് വീലിംഗ് ചാർജാണ്. അപ്പോൾ ഇവിടെ ഈ 0.59 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഈ 2 വീലിംഗ് ചാർജും കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് മൊത്തം ഹാൻഡ്ലിംഗ് ചാർജ് കിട്ടുന്നത്. അതായത് 0.59 പ്ലസ് 0.64 പ്ലസ് 2.45 ഈ പറഞ്ഞ 2 ഫിഗറും കൂടെ എടുക്കുമ്പോൾ 3.68 റുപ്പീസ് പെർ യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ പറയുന്നതിൽ ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. അതായത് ഇതാണല്ലോ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്ത പെറ്റീഷനിലുള്ള ഫിഗർ. പക്ഷേ ഈ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഈ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഇവിടെയുണ്ട്. 24-25 ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഇതാണ്. ഇത് കോസ്റ്റ് ഓഫ് സപ്ലൈ, ഇത് പർച്ചേസ് കോസ്റ്റ്. അത് തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പം 3.53 ആണ് കിട്ടുന്നത്. ആ 3.53യുടെ സ്ഥാനത്ത് 3.68 റുപ്പീസ് പെർ യൂണിറ്റാണ് ഹാൻഡ്ലിംഗ് യൂണിറ്റായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ വലിയൊരു ഫിഗറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 0.1ൻ്റെ വ്യത്യാസം വന്നാലും കോടികളാണ് ഇതിൻ്റെ അകത്ത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഇവിടെ LTയിൽ ഒരു വീലിംഗ് ചാർജ് പ്രൊപ്പോസ് ചെയ്തിരിക്കുകയാണ് ഈ ഫിഗർ. അത് കഴിഞ്ഞ പെറ്റീഷനിലുണ്ടായിരുന്നു, ഇപ്പോൾ കൊടുത്ത പുതിയ പെറ്റീഷനും അതുണ്ട്. അതിൻ്റെ കാൽക്കുലേഷനിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 2 രൂപ 45 പൈസ എന്ന് പറയുന്ന ഫിഗർ നമ്മളെ ബാധിക്കുന്നതാണോ? നമ്മൾ ഈ വരുന്ന ഹിയറിങ്ങിൽ നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ പ്രത്യേകിച്ചും പ്രൊസ്യൂമേഴ്സിന് ഈ വീലിംഗ് ചാർജ് LT ലെവലിലുള്ള ഈ വീലിംഗ് ചാർജ് അനുവദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു ചാർജ് നമ്മളെ ബാധിക്കുമോ? കാരണം തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ലായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരൊറ്റ വീലിംഗ് ചാർജ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ബാധിച്ചുകൂടായികയില്ല. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. ആ ഹാൻഡ്ലിംഗ് ചാർജിനെ പറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ ഈ വിവരം നിങ്ങളെ മനസ്സിലാക്കിക്കുവാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കൺസ്യൂമറായാലും പ്രൊസ്യൂമറായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പറയുന്ന കൺസ്യൂമേഴ്സ് തന്നെയാണ് നാളെ സോളാർ സ്ഥാപിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അവരെ ഇത് ബാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഉയർന്ന വീലിംഗ് ചാർജ് നിങ്ങളെ ബാധിച്ചുകൂടാകുകയില്ല. അതുകൊണ്ട് നമ്മളിത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അടുത്ത ഹിയറിങ്ങിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്ത് ഇത് അനുവദിക്കാത്ത തരത്തിൽ നമ്മൾ കാര്യങ്ങൾ നീക്കണം. അതനുസരിച്ചുള്ള പരാതികൾ നമ്മൾ എഴുതി കൊടുക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടൻറ്റ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, 3-ാം തീയതി നമ്മുടെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്കിതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഇത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ പ്രൊസ്യൂമേഴ്സിനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.